പോളിംഗ് ബൂത്തിലെത്തിയ വോട്ടർക്ക് കിട്ടിയത് സ്ഥാനാർത്ഥിയുടെ പേരോ ചിഹ്നമോ ഇല്ലാത്ത ബാലറ്റ് പേപ്പർ. ആ ബാലറ്റ് പേപ്പർ മടക്കി വോട്ട് പെട്ടിയിലിട്ടാൽ വോട്ടായി. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും വോട്ട് പെട്ടിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. എത്ര സ്ഥാനാർത്ഥിയുണ്ടോ അത്രയും പെട്ടി. അപ്പോൾ ഇഷ്ട സ്ഥാനാർത്ഥിയുടെ പെട്ടി നോക്കി ബാലറ്റ് പേപ്പർ അതിൽ ഇടുന്നതാണ് സമ്മതിദാനം. ഇത് കഥയാണെന്നും വിശ്വസിക്കാനാവില്ലെന്നും പറഞ്ഞേക്കാം. എന്നാൽ 1952 ഇന്ത്യയുടെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ നടന്നത് അതാണ്. വോട്ടർക്ക് കിട്ടുന്ന ബാലറ്റ് പേപ്പർ ഇഷ്ട സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ മടക്കിയിടുന്നതായിരുന്നു 52 വോട്ട് രേഖപ്പെടുത്തൽ പ്രക്രിയയെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന SY ഖുറേഷി ദ മേക്കിംഗ് ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ഇലക്ഷൻ എന്ന സ്വന്തം കൃതിയിൽ പറയുന്നുണ്ട്. അത്തരമൊരു സമ്മതിദാന രീതി നടപ്പാക്കാനുള്ള കാരണം അറിയണമെങ്കിൽ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ ഒന്ന് പരിശോധിക്കണം. ഇന്ത്യ എന്നും ഭാരതമെന്നും പേരുള്ള നമ്മുടെ രാജ്യം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ത്യയോടൊപ്പം 50ഓളം ലോകരാജ്യങ്ങൾ, അതായത് ലോക ജനസംഖ്യയുടെ പകുതിയോളം ഇക്കൊല്ലം ബൂത്തിലേക്ക് പോകുന്നുണ്ട്. റഷ്യയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും വൻശക്തി രാഷ്ട്രങ്ങളിലെ വോട്ടെടുപ്പിനേക്കാൾ ആഗോളതലത്തിൽ പഠന വിഷയം ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പാണ്. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ 68 ഘട്ടങ്ങളിലായിരുന്നു ആദ്യ പൊതുതെരഞ്ഞെടുപ്പ്. 2 വർഷങ്ങളിലായി 4 മാസം നീണ്ട തിരഞ്ഞെടുപ്പ് 1952 വോട്ടെടുപ്പ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അന്ന് 36 കോടി ജനങ്ങളും 17 കോടി വോട്ടർമാരുമായിരുന്നു ഇന്ത്യയിൽ. അമേരിക്കയിലെ ജനസംഖ്യ ഇന്നും 33 കോടി കടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ 72 കൊല്ലം മുമ്പത്തെ ഇന്ത്യൻ ജനസംഖ്യയുടെ വലിപ്പത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഊഹിക്കാം. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ 96 കോടി വോട്ടർമാരാണുള്ളത്. ഇത് യൂറോപ്പിലെ മൊത്തം ജനസംഖ്യകൾ കൂടുതലാണ്. കോടികളായി ഏറി വരുന്ന വൻ ജനസംഖ്യയുമായി 72 വർഷത്തിനിടെ 17 പൊതുതെരഞ്ഞെടുപ്പുകൾ കൃത്യമായ ഇടവേളയിൽ ഇന്ത്യ നടപ്പാക്കിയതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇതിനിടെ 2 പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെടുകയും ഒട്ടേറെ ആഭ്യന്തര സംഘർഷങ്ങളിലൂടെ രാജ്യം കടന്നുപോവുകയും ഉണ്ടായി. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല കോളനി രാജ്യങ്ങളും ആദ്യം ജനാധിപത്യ ഭരണകൂടത്തെ ഭരിച്ചുവെങ്കിലും പിന്നീട് വഴിമാറി നടന്നു. പാകിസ്ഥാനും ലങ്കയും ബർമയും ആഫ്രിക്കൻ രാജ്യങ്ങളുമൊക്കെ ഉദാഹരണം. ഇന്ത്യ ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് 1951 ഒക്ടോബർ 16 പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ വെടിയേറ്റ് മരിക്കുന്നത്. പിന്നീട് 23 വർഷം കഴിഞ്ഞാണ് പാകിസ്ഥാൻ ആദ്യമായി പൊതുതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. ഈ ചരിത്രമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് 17 പൊതുതെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം തന്നെയാണ്. ഇന്ന് ബൂത്തിൽ പോയി വിരലമർത്തുന്നതിൽ എത്തി നിൽക്കുന്ന വോട്ടെടുപ്പ് പ്രക്രിയ നിസാരമെന്ന് തോന്നാമെങ്കിലും 1952 പൊതുതെരഞ്ഞെടുപ്പ് നടപടികൾ അങ്ങേയറ്റം പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. സ്വാതന്ത്ര്യം നേടിയതിനേക്കാളും നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചതിനേക്കാളും പ്രധാനമെന്നായിരുന്നു ആദ്യ വോട്ടെടുപ്പിനെ പറ്റി അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും പ്രധാനമന്ത്രി നെഹ്റുവും വിശേഷിപ്പിച്ചത്. ഇന്ത്യയിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ യൂറോപ്പും അമേരിക്കയും ഒരു പരിഹാസ ചിരിയോടെയാണ് പ്രതികരിച്ചത്. 1952 ഇന്ത്യയിലെ സാക്ഷരത 15% മാത്രമാണ്. അതായത് 85%-നും എഴുത്തും വായനയും അറിയില്ല. ഈ മണ്ട ശിരോമണികളുമായി നെഹ്റു എങ്ങനെ ബൂത്തിലേക്ക് പോകും എന്നതായിരുന്നു പരിഹാസത്തിന് പിന്നിൽ. ഈ വിഡ്ഢിത്തത്തിന് നെഹ്റു ചരിത്രത്തോട് മാപ്പ് പറയേണ്ടി വരും എന്നുവരെ എഴുതിയ പത്രങ്ങളുണ്ടായിരുന്നു. 1940-കളിൽ ലോകത്ത് ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടന്നത് സാക്ഷരതയിലും സമ്പത്തിലും മുന്നിലായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും മാത്രമായിരുന്നു. സാക്ഷരതയിലും സമ്പത്തിലും ഏറെ പിന്നിലായ ഇന്ത്യക്ക് ജനാധിപത്യ വോട്ടെടുപ്പ് ഒരിക്കലും നടത്താനാകില്ല എന്നായിരുന്നു അന്നത്തെ പണ്ഡിതന്മാരുടെ ഉറച്ച വിശ്വാസം. വോട്ടവകാശം എന്തെന്ന പൗരന്മാർക്കും വോട്ടർമാർ ആരെന്ന് സർക്കാരിനും തിട്ടമില്ലാത്ത കാലമാണ്. 1947 സ്വാതന്ത്ര്യം നേടിയ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വരുന്നത് 1949 ഭരണഘടന അനുശാസിക്കുന്ന വിധം ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരിയിലും. ആ വർഷം മാർച്ചിൽ ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ബംഗാൾ ചീഫ് സെക്രട്ടറി ആയിരുന്ന സുകുമാർ സെൻ ICS നിയമിതനായി. തൊട്ടടുത്ത മാസം ജനപ്രാതിനിധ്യ നിയമം പാസാക്കുകയും അതനുസരിച്ച് 21 വയസ്സും മുകളിലുള്ളവരും
പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം സമ്മതിദായകരായി. എന്നാൽ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ ഇറങ്ങിയപ്പോഴാണ് പ്രതിസന്ധികൾ ഓരോന്നായി ഇലക്ഷൻ കമ്മീഷൻ മുന്നിലേക്ക് വന്നത്. സ്ത്രീകൾ സ്വന്തം പേര് പറയാൻ തയ്യാറാകാത്തതായിരുന്നു ആദ്യ വെല്ലുവിളി. കീഴ്വഴക്കത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും ഒക്കെ ഫലമായി ഇന്നാരുടെ ഭാര്യ, മകൾ, സഹോദരി എന്നൊക്കെ മാത്രമായിരുന്നു മറുപടി. 8 കോടി സ്ത്രീ വോട്ടർമാരിൽ പേര് രേഖപ്പെടുത്താൻ വിസമ്മതിച്ച, പേര് പറയാൻ തയ്യാറാകാത്ത 25 ലക്ഷം പേരെ ഒഴിവാക്കേണ്ടി വന്നു. 401 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലായി 3283 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമായിരുന്നു ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ്. ഒരു മണ്ഡലത്തിൽ തന്നെ 2-3 സീറ്റ് ഉണ്ടായിരുന്നു എന്നത് കൗതുകം. ഒരു ജനറൽ സീറ്റും ഒരു സംവരണ സീറ്റും ഒരു മണ്ഡലത്തിൽ വരുമ്പോൾ ദ്വയാംഗ മണ്ഡലം എന്നറിയപ്പെട്ടു. തിരുക്കൊച്ചിയിൽ കൊല്ലം ദ്വയാംഗ മണ്ഡലമായിരുന്നു. 3 സീറ്റുള്ള രാജ്യത്തെ ഏക മണ്ഡലം ബംഗാളിലെ നോർത്ത് ബംഗാൾ ആയിരുന്നു. അവിടെ ഒരു ജനറൽ സീറ്റും 2 സംവരണ സീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ 401 മണ്ഡലങ്ങളിലായി 489 സീറ്റായിരുന്നു 1952 ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 543 സീറ്റാണുള്ളത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ 800ഓളം സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളതിനാൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഇനിയും കൂടുമെന്നതിൻ്റെ സൂചനയായി ഇതിനെ പലരും വിലയിരുത്തുന്നുണ്ട്. വോട്ടർ പട്ടികയും മണ്ഡലവും റെഡിയായപ്പോഴും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ വലിയ ആശങ്കകൾ തുടരുകയായിരുന്നു. നിരക്ഷരരെ കൊണ്ട് എങ്ങനെ വോട്ട് ചെയ്യിക്കും? വോട്ട് പെട്ടികൾ എത്ര എണ്ണം വേണം? വോട്ട് ചെയ്തവരെ എങ്ങനെ തിരിച്ചറിയും? വോട്ട് ചെയ്തയാളെ സംശയാതീതമായി ശാസ്ത്രീയമായി തിരിച്ചറിയാൻ എന്താണ് വഴി എന്നതായിരുന്നു പ്രധാന ചോദ്യം. അതിന് പരിഹാരവുമായി വന്നത് ന്യൂഡൽഹിയിൽ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആയിരുന്നു. അവർ വികസിപ്പിച്ച സിൽവർ നൈട്രേറ്റ് അധിഷ്ഠിതമായ വയലറ്റ് മഷി നഖത്തിൽ പുരട്ടിയാൽ ആഴ്ചകളോളം മായാ നിൽക്കും. ഇത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ജനാധിപത്യത്തിൻ്റെ മഷി അടയാളമായി അത് സ്വീകരിച്ചു. നാഷണൽ ഫിസിക്കൽ ലാബ് വികസിപ്പിച്ച മഷിയുടെ ഫോർമുല പിന്നീട് കർണാടകയിലെ മൈസൂർ ഇങ്ക് ആൻഡ് വാർണിഷിംഗ് ലിമിറ്റഡിന് കൈമാറി. 1962 മുതൽ രാജ്യത്തെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മഷി നൽകുന്നത് മൈസൂർ ഇങ്കാണ്. ഇപ്രാവശ്യം കേരളത്തിന് വേണ്ടത് 1.25 കോടിയുടെ മഷിയാണെന്ന് കണക്കാക്കുന്നു. ഇനി ഇന്ത്യക്കാർ കന്നി വോട്ട് എങ്ങനെ രേഖപ്പെടുത്തി എന്ന് നോക്കാം. നിരക്ഷരരായ വോട്ടർമാർ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെ തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തുമെന്ന ആശങ്കയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ പരിഹാരം കണ്ടെത്തി. ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ ചിഹ്നവും ഓരോ വോട്ട് പെട്ടിയും. ഉദാഹരണമായി ഒരു സീറ്റിൽ 8 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അത്ര തന്നെ വോട്ട് പെട്ടി. പെട്ടിയുടെ വശങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും പതിപ്പിച്ചു. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം വോട്ടെടുപ്പുള്ളതിനാൽ ആ പെട്ടികൾ തിരിച്ചറിയാനും പ്രത്യേക നിറം നൽകി. പഴയൊരു സിനിമാ പാട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വോട്ടില്ല വോട്ടില്ല കാളപ്പെട്ടിക്ക് വോട്ടില്ല. അന്ന് മുഖം വച്ച കാളയായിരുന്നു കോൺഗ്രസിൻ്റെ ചിഹ്നം. ആ പെട്ടിയിൽ നിന്ന് വന്ന പരിഹാസ പാട്ടാണിത്. ഉരുക്കിലുള്ള വോട്ട് പെട്ടികൾ നിർമ്മിക്കാൻ കരാർ നൽകിയത് ബോംബെയിലെ ഗോദ്രജ് കമ്പനിക്കായിരുന്നു. പൂട്ടും താക്കോലും നിർമ്മിച്ച് വിശ്വസ്തരായ സ്ഥാപനം എന്ന നിലയിലായിരുന്നു ആ കരാർ. അവർ 13 ലക്ഷം വോട്ട് പെട്ടികളാണ് ഉരുക്കിൽ നിർമ്മിച്ചത്. ഇതിനായി 8200 ടൺ സ്റ്റീൽ വേണ്ടി വന്നു. പാരീസിലെ ഈഫൽ ടവർ നിർമ്മിക്കാൻ 7000 ടൺ ഇരുമ്പ് മതിയായിരുന്നു എന്നൊരു കണക്കുകൂടി ഇതിനൊപ്പം വായിച്ചോളൂ. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വരുന്നതിന് മുമ്പ് വരെ ബാലറ്റ് പേപ്പറിൽ സമ്മതിദാനം രേഖപ്പെടുത്തുന്നതായിരുന്നല്ലോ വോട്ട് രീതി. എന്നാൽ ഇന്ത്യയുടെ ആദ്യ 2 പൊതുതെരഞ്ഞെടുപ്പിലും അങ്ങനെയൊന്നും നടന്നില്ല. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേരോ ചിഹ്നമോ അച്ചടിച്ചില്ല. പകരം വോട്ടർക്ക് പ്രിസൈഡിംഗ് ഓഫീസർ നൽകുന്ന ബ്ലാങ്ക് ബാലറ്റ് പേപ്പർ ഇഷ്ട സ്ഥാനാർത്ഥിയുടെ പെട്ടിയിൽ ഇട്ടാൽ മാത്രം മതിയായിരുന്നു. 1962 3-ാം പൊതുതെരഞ്ഞെടുപ്പ് മുതലാണ് ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും അച്ചടിക്കാൻ തുടങ്ങിയതും അതിൽ വോട്ട് രേഖപ്പെടുത്തി ഒറ്റ പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതി ആരംഭിച്ചതും. 1980കളോടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് 2 പ്രധാന മാറ്റങ്ങളുണ്ടായി. ഒന്ന്, പ്രായപൂർത്തി വോട്ടവകാശം 21 നിന്ന് 18 കുറച്ചു. രണ്ടാമത്തേത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ വരവായിരുന്നു. വോട്ടിംഗ് യന്ത്രം ഇന്ത്യയിൽ ആദ്യമായി ബൂത്തിലെത്തിയത് 1982 മെയ്യിൽ കേരളത്തിൽ പരവൂർ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിലായിരുന്നു. മാറ്റങ്ങൾ എന്തൊക്കെ വന്നാലും ജനാധിപത്യ ഭരണത്തിൻ്റെ ചൂടുറപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തിയ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെന്നിനെ മറക്കാനാവില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആഘോഷിക്കപ്പെടാത്ത നായകനാണ് സുകുമാർ സെൻ എന്ന് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ വിശേഷിപ്പിക്കുന്നു.
ഇന്ത്യയുടെ ആദ്യ 2 പൊതുതെരഞ്ഞെടുപ്പുകൾ നടത്തിയ സുകുമാർ സെൻ തന്നെയാണ് 1953 ആഫ്രിക്കയിലെ സുഡാനിൽ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് നടത്താൻ നേതൃത്വം നൽകിയത്. കേവലം 2% മാത്രം സാക്ഷരതയുള്ള ആ നാട്ടിൽ പിഴവില്ലാതെ നടത്തിയ വോട്ടെടുപ്പ് ഇന്ത്യക്ക് ലഭിച്ച ആഗോള അംഗീകാരം കൂടിയായി. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 തുടങ്ങി ജൂൺ 1 അവസാനിക്കുമ്പോൾ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ ലോക ചരിത്രത്തിൽ ഒരു റെക്കോർഡ് കൂടി എഴുതി ചേർക്കുകയാണ്.